മാനന്തവാടി MLA OR കേളു അല്പസമയത്തിനകം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പാണ് OR കേളുവിന് ലഭിക്കുന്നത്. ആദിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി, എപ്പോഴാണ് ഔദ്യോഗികമായി കേളു മന്ത്രിയാവുക? ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇനി മാനന്തവാടി MLA മാത്രമായിരിക്കില്ല OR കേളു, മന്ത്രി OR കേളു എന്ന ലേബൽ കൂടി വരുന്നു കേളുവിന് എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് OR കേളുവിന് ലഭിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. ബാക്കിയുണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി കാര്യ വകുപ്പ്, തദ്ദേശ എക്സൈസ് മന്ത്രി MB രാജേഷിനും ഒപ്പം ദേവസ്വം വകുപ്പ്, സഹകരണ തുറമുഖ മന്ത്രി VN വാസുവിനും നൽകാൻ തീരുമാനമായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും OR കേളു മന്ത്രിയാകാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. 1 മണിക്കൂർ പോലുമില്ല. 4 മണിക്ക് കൃത്യം രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. 500 പേർക്ക് വരെ ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്നത്. 5 വർഷം പൂർത്തിയാക്കുകയാണ് അടുത്ത സെപ്റ്റംബറിൽ ഗവർണർ. അതുകൊണ്ട് തന്നെ ഗവർണറുടെ അവസാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങാകുമെന്നൊരു കൗതുകം കൂടിയുണ്ട്. ഒപ്പം 2ാം പിണറായി സർക്കാരിൻ്റെ 3ാം സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ആദ്യഘട്ടത്തിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പോയപ്പോൾ സ്പീക്കർ MB രാജേഷ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് പിന്നാലെ 2.5 വർഷം കൂടിയപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം 3ാമത്തെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള സംസാരമോ കുശലാന്വേഷണമോ എങ്ങനെയാണ് സമീപനങ്ങൾ എന്നത് സംബന്ധിച്ചും കൗതുകമുണ്ട്. ഏതായാലും 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്.